നമ്മുടെ ചെറുപ്പത്തിൽ ടൂർ പോകുമ്പോൾ തലേന്ന് രാത്രി എക്സൈറ്റ്മെന്റിന്റെ പീക്കിൽ 4 മണിക്ക് അലാറം വെച്ചാലും 3 മണിക്ക് എഴുന്നേൽക്കും. ഉറക്കത്തോട് വല്ലാത്ത പ്രണയമുണ്ടായിരുന്നിട്ടും ഉറക്കം നഷ്ടപ്പെട്ട് സൂട്ട് കേസ് തുറന്ന് വല്ലതും എടുക്കാൻ മറന്നോ എന്ന് പരതിക്കൊണ്ടേയിരിക്കും. ആ യാത്രയിൽ തമാശകൾ, പാട്ടുകൾ, തണുത്ത കാറ്റ്, പുതുമയുടെ മണം, കുളിരുള്ള കാഴ്ചകൾ, നാം എത്തിപ്പെടേണ്ട ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയുടെ ആ അനുഭൂതി, സന്തോഷം പലപ്പോഴും അവിടെ എത്തുമ്പോൾ ലഭിക്കണമെന്നില്ല. നമ്മളെല്ലാവരും ഇതുപോലെ ലക്ഷ്യത്തെ തേടിയുള്ള യാത്രയിലാണ്, അല്ല ഓട്ടത്തിലാണ്. ഡോക്ടറായാൽ സന്തോഷം ലഭിക്കും എന്ന് കരുതി യാത്ര തുടരുന്ന ചിലർ, IAS സന്തോഷമായി എന്ന് കരുതുന്ന മറ്റു ചിലർ, കടലിനോട് അഭിമുഖമുള്ള തുറന്ന ബാൽക്കണിയുള്ള വീട്, അത് പൂർത്തിയാക്കിയാൽ സന്തോഷമായി എന്ന് ചിലർ. എങ്ങനെയെങ്കിലും ഫോർബ്സിന്റെ ടോപ്പ് കോടീശ്വരന്മാരുടെ പട്ടികയിലെ അവസാനമെങ്കിലും വന്നാൽ ഹാപ്പിയായി, സമാധാനമായി എന്ന് ചിലർ. IAS ഹാപ്പിയായി, ഡോക്ടറായാൽ ഹാപ്പിയാണ്, വീടുണ്ടാക്കിയാൽ ഹാപ്പിയാകും, ശതകോടീശ്വരനായ നിമിഷം മുതൽ സന്തോഷമായി, സമാധാനമായി എന്നീ ആഗ്രഹങ്ങളെല്ലാം ഒന്നാണ് പറയുന്നത്: ഇവരാരും ഹാപ്പിയല്ല ഈ നിമിഷം എന്ന്. അത് നേടിയാലേ ഞാൻ സന്തോഷവാനാകൂ എന്നതിൻ്റെ അർത്ഥം ഇത് നേടുന്നതുവരെ അവരിൽ സന്തോഷമില്ല എന്നത് മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം നേടിയാൽ സന്തോഷം തന്നെ, വളരെ വളരെ ശരിയാണ്. 10 കഴിഞ്ഞാൽ ഹാപ്പിയാണ്, +2 കഴിഞ്ഞാൽ ഹാപ്പിയായി, പഠനം കഴിഞ്ഞാൽ ഹാപ്പിയായി, ജോലിയിൽ എങ്ങനെയെങ്കിലും കയറി കിട്ടിയാൽ സന്തോഷമായി എന്നിങ്ങനെ നാം പുതിയ പുതിയ ലക്ഷ്യങ്ങളെ, സന്തോഷങ്ങളെ തേടി, അതാണ് നമ്മുടെ ചരിത്രവും. ഒന്ന് കിട്ടിയാൽ നാം അടുത്ത ലക്ഷ്യത്തെ തേടിപ്പോവും. ഏറ്റവും നല്ല ഗുണം പുരോഗതിയിലേക്കുള്ള ആ തേടൽ. എന്നാൽ യഥാർത്ഥ സന്തോഷം ആ യാത്രയാണ്. അത് നൽകുന്ന എക്സൈറ്റ്മെന്റ്, അനുഭൂതി, സാറ്റിസ്ഫാക്ഷൻ ആ യാത്രയെ മികച്ചതാക്കും. ഒരു IAS ആസ്പിരന്റ് പ്രിലിമിനറി, മെയിൻസ് എക്സാമുകൾ എഴുതുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, പരാജയപ്പെടും. വീണ്ടും അയാൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, വീണ്ടും പരാജയപ്പെടും, വീണ്ടും ട്രൈ ചെയ്യും. വീക്കായതെല്ലാം അനലൈസ് ചെയ്ത് തിരുത്തും, പോയി കണ്ടെത്തി പഠിക്കും, അയാൾ വിജയിക്കുകയും ചെയ്യും. എന്നാൽ ആ യാത്രയെ അയാൾ ആസ്വദിക്കാൻ ആരംഭിച്ചാൽ അതാണ് യഥാർത്ഥ സന്തോഷം. ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകുക. നമുക്ക് 6 പാക്ക് വേണം, ജിമ്മിൽ ജോയിൻ ചെയ്ത് ഡയറ്റ് നോക്കി എല്ലാവരും ഉറങ്ങുന്ന പ്രഭാതങ്ങളിൽ കാർഡിയോ ചെയ്യുമ്പോൾ ആ വർക്കൗട്ട്, 6 പാക്കിലേക്കുള്ള യാത്ര, അതിന് വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേട്ടവും. നമ്മുടെ ലക്ഷ്യം നൽകുന്ന സന്തോഷത്തെക്കാൾ വളരെ 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 വലുതാണ് ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്ര നൽകുന്ന സന്തോഷം. നാം അതിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, സ്നേഹിക്കുകയാണെങ്കിൽ മാത്രം. ഇറ്റ്സ് മീ MK ജയദേവ്.